ഹായ് കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും ഒന്ന് തൈമാസ് കിച്ചൺ ഒന്നുകൂടി വന്നോളി. അപ്പോൾ ഇന്ന് തൈമാസ് കിച്ചൺ ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിക്കോളി. ഇതൊരു 4 സവാള, പിന്നെ കറിവേപ്പില, ഒരു 3 തക്കാളി, പിന്നെ മല്ലിയില കേട്ടോ, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് അരച്ചത്, പിന്നെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുക്കറടുപ്പ് വെച്ച് അതിലേക്ക് ചൂടായി ഓയിലൊഴിച്ച് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല സ്ലൈസായിട്ട് അരിഞ്ഞെടുത്ത സവാളയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ കുക്കറിൽ ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഇതാ കുക്കറിലേക്ക് സവാള ഒക്കെ ഇട്ട് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ സവാളയൊക്കെ നല്ലവണ്ണം വഴറ്റി അതിലേക്ക് ഞാൻ ആവശ്യത്തിനൊക്കെ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഉപ്പിട്ട് കൊടുത്ത് സവാളയൊക്കെ നല്ല ഇതായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ തക്കാളിയും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു അടിപൊളി കറിയാണ് കേട്ടോ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത്. വളരെ ടേസ്റ്റാണ് ഇതുപോലെ കുക്കറിൽ ബീഫ് കറി ഉണ്ടാക്കിയാൽ. പിന്നെ ഇതാ ഞാൻ അതിലേക്ക് വെളുത്തുള്ളി, പച്ചമുളക് അരച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. സവാളയൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം അതിലേക്ക് ഇതാ ഞാൻ ഒരു 1.5 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ ഞാനിതാ അതിലേക്ക് ഞാൻ കാശ്മീർ മുളക് പൊടിയാണ് കേട്ടോ. കാശ്മീർ മുളക് ചൂടാക്കി വറുത്ത് പൊടിച്ചതാണ്. മല്ലി, മുളക്, പിന്നെ കുറച്ച് വലിയ ജീരകം, ചെറിയ ജീരകം ഇതൊക്കെ ഇട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അതിന് ശേഷം ഇതാ ഞാൻ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് അധികം വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ബീഫ് ഇങ്ങനെ കറി വെക്കുമ്പോൾ അധികം വെള്ളമൊന്നും വേണ്ട, വെള്ളത്തിൻ്റെ ആവശ്യം തന്നെ ഇല്ല. പിന്നെ ഞാൻ ഒരു 1/2 കപ്പ് വെള്ളം ഇതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നതാണ് കേട്ടോ. അതിനുശേഷം ഇതാ നല്ലവണ്ണം മിക്സ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇതാ ഞാനത് കുക്കറടുപ്പിൽ വെക്കുന്ന ഒരു 6 വിസിൽ വേണ്ടി വരുന്നുണ്ട്. അതിനുശേഷം ഞാനിതാ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നേരിയ തോതിൽ ഇങ്ങനെ വെച്ച് ഞാനത് വറുത്തെടുക്കുന്നതാണ് കേട്ടോ. നല്ല പച്ച തേങ്ങയാണ്. അപ്പോൾ അത് നല്ല രീതിയിൽ ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ കുക്കറടുപ്പിൽ നിന്ന് എടുത്ത് അത് തുറന്ന് നോക്കി. അപ്പോൾ അതൊക്കെ നല്ല ബീഫൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ബീഫൊക്കെ നല്ല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇതാ ബീഫൊക്കെ നല്ല വെന്ത് നല്ല അടിപൊളി കറിയായിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമില്ലെങ്കിൽ തേങ്ങ ഇടണ്ട. അപ്പം ഞാൻ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് പത്തിലൊക്കെ കഴിക്കാൻ. അങ്ങനെ ഞാൻ തേങ്ങ വറുത്ത് ചൂടാക്കിയിട്ട് കൊടുത്ത് അതിലേക്ക് ഇതാ ബീഫൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീഫ് കറി ഇതുപോലെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതുപോലെയാണ് ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാറ്. അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് അങ്ങനെ കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത് രാത്രി നാഷ്ത കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. കുറച്ച് അതിലേക്ക് മല്ലിയിലൊക്കെ ഇട്ട് കൊടുത്ത് കറിയൊക്കെ റെഡിയായി. പിന്നെ പത്തിലുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒന്നും ഞാൻ ഫുള്ളായിട്ട് എടുത്തിട്ടില്ല. പിന്നെ ചിക്കൻ കബാബ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് നല്ലവണ്ണം ഞാൻ ഇതാക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ടിട്ടുള്ളത് കുറച്ച് കബാബ് പൗഡറും, പിന്നെ കുറച്ച് കോൺഫ്ലവർ പൗഡർ, പിന്നെ ഒരു ചെറുനാരക വെള്ളം, കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ 1 മണിക്കൂർ ഫ്രിഡ്ജിൽ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ കബാബൊക്കെ നല്ലവണ്ണം പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതുപോലെ കബാബൊക്കെ ഉണ്ടാക്കിയാൽ. ഇങ്ങനെ കബാബൊക്കെ നല്ല പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ അങ്ങനെ മറിച്ചിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് മുഴുവനായി കാണാൻ നോക്കട്ടോ. ഇഷ്ടമായ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം കേട്ടോ. ആദ്യമായി കാണുന്ന കൂട്ടുകാരികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് നൽകണം കേട്ടോ. പിന്നെന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണല്ലേ? പിന്നെന്താണ് വിശേഷങ്ങളൊക്കെ എന്ന് കമൻറ്റിലൂടെ ഒന്ന് എഴുതാം കേട്ടോ. അപ്പോൾ ഇവിടെ അൽഹംദുലില്ലാ സുഖം. ഒരു ചെറിയ രീതിയിലുള്ള ഒരു പനിയൊക്കെ വന്നു, അതൊക്കെ മാറിക്കിട്ടി. പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ്. അങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇങ്ങനെ കബാബൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു കാണുമ്പോൾ തന്നെ അറിയാം നല്ല പൊരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഇതുപോലെ കബാബ് ഉണ്ടാക്കിയാൽ ഇങ്ങനെ ഫ്രിഡ്ജിൽ 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതായി വരുന്നുണ്ട്. മസാലയൊക്കെ പിടിച്ച് കിട്ടിയിട്ടാകുമ്പോൾ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ചിക്കൻ കബാബൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാനൊക്കെ വിളമ്പി എടുക്കുന്നുണ്ട് കേട്ടോ. ബീഫ് കറിയും പത്തിലും
ചിക്കൻ കറിയൊക്കെ ഇങ്ങനെ വിളമ്പിയെടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വിശേഷം. അപ്പം ഇതിനും നല്ല